ഭാഗ്യനും മീനും ഭാഗ്യനേക്കാൾ വലിയ മീൻ. എന്തിട്ടാ അതിന്റെ പേര്? മേഹുവാ? റോഹു റോഹു ആ, റോഹു. മേഹു. റോഹാണത്. റോഹു റോഹു. ഭാഗ്യന് ഇത് വൃത്തിയാക്കി തരും എന്നുള്ളത് കൊണ്ടും നാളെ നമ്മുടെ വാഴയിൽ പണിക്ക് ചേട്ടന്മാരുണ്ട് എന്നുള്ളത് കൊണ്ടും മാത്രമാണ് ഈ സംഭവത്തിന് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഒന്നും പറയാണ്ടിരുന്നത്. കഴിക്കുന്ന അത്രയ്ക്ക് എളുപ്പമല്ലായിരുന്നു കേട്ടോ ഇതിനെ വൃത്തിയാക്കുക എന്നുള്ളത്. ഇതിന്റെ ചൊതമ്പൽ ഇങ്ങനെ ചെത്തി ചെത്തി കളയണമെന്ന് ഞാൻ ഭാഗ്യനോട് പറഞ്ഞു. അതിന് തക്കതായ കത്തി നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം കൊണ്ട് ഇന്നിപ്പോ ഇതാ പരിപാടി. മുറത്തിന്റെ വലുപ്പത്തിലുണ്ടായിരുന്ന നമ്മുടെ ഈ ഒരു ചെതമ്പലുണ്ടല്ലോ, അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് 1.5 മണിക്കൂർ എടുത്തു കേട്ടോ. അതിനുശേഷം അതിന്റെ ചിറകും വാലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് 2-3 കഷ്ണാക്കിയിട്ടാണ് സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളതിനെ പതിവ് പോലെ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ പുളി ഇട്ടിട്ട്, നമ്മുടെ വാളംപുളി ഇട്ടിട്ട് 2-3 കഷ്ണം അതിൽ മുക്കി വെച്ചു. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തേക്ക് എടുത്തിട്ട് കത്തി കൊണ്ടൊന്ന് ചുരണ്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറുപ്പ് മണവും പിന്നെ ആ ചേറിൻ്റെ മണമൊക്കെ ഒന്ന് പോയി കിട്ടും. ഇത് പൊതുവേ നമ്മുടെ കായലിലും അതുപോലെ തന്നെ പുഴയിലും ഒക്കെ ഉള്ള കാരണം കൊണ്ട് ചേറിൻ്റെ മണമൊന്നും ഉണ്ടായില്ല. ഈ പാടത്തും കണ്ടത്തിലൊക്കെ ഉണ്ടാവണത് ഞാൻ തോന്നുന്നു ചേറിൻ്റെ മണം വരാൻ തോന്നുന്നു. ഇന്നലെ നമ്മൾ മീൻ കട്ടിയതുപോലെ സ്ലൈസ് ആയിട്ട് മുറിക്കാനായിട്ട് ഇവൻ്റെ എല്ല് സമ്മതിക്കുന്നുണ്ടായില്ല. അത് കാരണം കൊണ്ട് നമ്മളിതാ ഈ കാണുന്ന രീതിയിൽ മാംസം വേറെയും എല്ല് വേറെ ആയിട്ടാണ് നമ്മൾ ഇതാ ഒരു കൊട്ട മീൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 5-6 ദിവസത്തേക്ക് ഇവിടെ ഈ മീൻകറി മീൻ വറുത്തതായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മൾ മാത്രമല്ല ഇത് ഭക്ഷിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ 1-2 ദിവസത്തിൽ കഴിയാനാണ് വഴി കേട്ടോ. നമ്മുടെ ചേട്ടന്മാർക്കും കടയിലുള്ള ചേട്ടന്മാർക്കും പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കൊക്കെ ഒന്ന് രുചിച്ച് നോക്കാൻ കൊടുക്കുമ്പോഴേക്കും സംഭവം കാലിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ടുള്ളതിൽ കുറച്ച് കുരുമുളകും നല്ല കാശ്മീരി ചില്ലിയും പിന്നെ കുറച്ച് എരിവുള്ള മുളകും പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് കുറച്ച് ചൊറുക്കും ചേർത്ത് ഒന്ന് കൈ കൊണ്ട് തിരുമ്മിക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ചൂടാക്കിയാലും നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ധാരാളം ചെറുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പുറത്തുള്ള ഒരു ചട്ടിയിൽ കുറച്ച് വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല നാടൻ മുളകും അതോടൊപ്പം തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ട് നമുക്കൊന്ന് അതിനെ ചൂടാക്കിയിട്ട് അതിലേക്ക് മാങ്ങയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് കുടംപുളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു കുടംപുളിയും കൂടി ഇട്ട് കൊടുത്തോ. എന്നിട്ട് 2-ാം പാലിൽ നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ മീനൊക്കെ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് ഈ പാലൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് മീനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻകറി റെഡി ആയിട്ടോ. ഇന്നലെ ചേച്ചിമാർ സജസ്റ്റ് ചെയ്തായിരുന്നു ഇതിന് നമ്മുടെ എന്താ പറയുക നാളികേരം പാൽ ഒഴിച്ചിട്ട് ഒന്ന് വെക്കൂ ശ്രീന്ന്. സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി വറുത്തത് ഒരു കഷ്ണവും ഈ എണ്ണ തെളിഞ്ഞ മീൻകറിയും. എൻ്റെ സാറേ.